പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. Beloved, if our heart does not condemn us, we have confidence toward God. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. ശരീരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ അവയവമാണ് ഹൃദയം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കണമെങ്കിൽ ഹൃദയം നന്നായി പ്രവർത്തിക്കണം. ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യുന്ന അവയവം എന്നതിനുപരിയായി ഹൃദയം നമ്മുടെ വികാരങ്ങളും ആഗ്രഹങ്ങളും വസിക്കുന്ന ആത്മീയ ഭാഗമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ തിരുവെഴുത്തിലെ ഹൃദയം നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിന്റെ സമഗ്രതയെ അറിയിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾ മറ്റുള്ള മനുഷ്യർ അറിയുന്നില്ല എങ്കിലും ദൈവം അത് നന്നായി അറിയുന്നു. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയോ തെറ്റോ എന്ന് വിധിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. 20-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അവിടുന്ന് നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം നന്നായി അറിയുന്നു. അവിടുന്ന് സർവജ്ഞാനിയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഹൃദയങ്ങളിലെ എല്ലാ ഉദ്ദേശ്യങ്ങളും ദൈവത്തിനറിയാം. അവിടുന്ന് നാം ചെയ്യുന്ന പാപം അറിയുന്നു. തന്നെയുമല്ല, ആ പാപം ചെയ്യുമ്പോൾ എന്താണ് നാം ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നത് എന്തെന്നും അവിടുന്ന് അറിയുന്നു. ദൈവത്തിന്റെ സ്നേഹം നമ്മോട് വലുതാകൊണ്ട് അവിടുന്ന് നമുക്ക് കുറ്റബോധം തരുന്നു. നാം ചെയ്ത തെറ്റുകൾ നിമിത്തം നമുക്ക് കുറ്റബോധം തോന്നുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആ ബോധ്യത്തെക്കാൾ വലുതാണെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആ കുറ്റബോധത്തിൽ മുഴുകി ദൈവം എന്നോട് ക്ഷമിക്കയില്ല എന്ന് മനസ്സിൽ തോന്നിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പിശാച് നമ്മെ വശീകരിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് എബ്രായർ 4:16 എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ മുമ്പാകെ കുറ്റബോധത്തിലോ ഭയത്തിലോ മുഴുകി പോകരുത്. ഈ ലേഖനത്തിന്റെ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയവും കുറ്റത്തിന്റെ വിധിയിൽ നിന്നും വിമുക്തമാകുന്നു. ഹൃദയം നമ്മെ കുറ്റം വിധിക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ടോ ഈ കുറ്റബോധത്തിൽ നിന്ന് വിമുക്തരാകുവാൻ കഴിയുകയില്ല. നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം സമർപ്പിക്കുകയാണ് വേണ്ടത്. വീണ്ടും വീണ്ടും പാപം ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് ആയിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ഇയ്യോബിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. എന്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു. എന്റെ ഹൃദയം എന്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. ഹൃദയം നമ്മെ കുറ്റം വിധിക്കാതെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.